ഹായ് എവരി വൺ, എല്ലാവർക്കും ലേണിംഗ് ടവറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ GDP എന്താണ്, GNP എന്താണ്, നാഷണൽ ഇൻകം എന്താണ് എന്നീ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ബാക്കിയായിട്ട് വരുന്നൊരു പോർഷനാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. നാഷണൽ ഇൻകത്തിൽ നിന്നും കഴിഞ്ഞ തവണ PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നൊരു കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നാഷണൽ ഇൻകം എന്താണ്, GNP എങ്ങനെയാണ്, ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. അതിനായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പേഴ്സണൽ ഇൻകം എന്നീ കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നാഷണൽ ഇൻകം എന്താണെന്ന് കറക്റ്റായിട്ട് അത് എങ്ങനെ എത്തുന്നത്, അതിനൊരു ഡെഫിനേഷനിലേക്ക് എത്തുന്ന ഈ ഒരു ഇക്വേഷൻ വരെ എങ്ങനെ എത്തുമെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്താണ് നാഷണൽ ഇൻകം എന്ന ഒരു ഡെഫിനേഷൻ മാത്രമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നുള്ളൂ. നാഷണൽ ഇൻകം ആദ്യമേ ഒന്നുകൂടെ പറയട്ടെ, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നാഷണൽ ഇൻകം എന്താണ്. ഇതിൽ നിന്നാണ് നമ്മൾ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം ഇസ് ഈക്വൽ ടു NNB അറ്റ് ഫാക്ടർ കോസ്റ്റ്. NNB അറ്റ് ഫാക്ടർ കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇതിനെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് NNB അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേരള PSC എക്കണോമിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഡിഗ്രി ലെവൽ എക്സാമിന്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തു വെക്കുക, നാഷണൽ ഇൻകം തന്നെയാണ് NNB അറ്റ് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ NNB അറ്റ് ഫാക്ടർ കോസ്റ്റ് അപ്പം ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം, NNB അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും എന്തൊക്കെ ചെയ്യണം, മാർക്കറ്റ് പ്രൈസിൽ നിന്നും നമ്മൾ അടിക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സസ് കുറച്ചിട്ട് സബ്സിഡീസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതിന് അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുക, അതുപോലെ തന്നെ സബ്സിഡി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു ഇക്വേഷൻ, ഇതിന്റെ ഫൈനൽ വാല്യൂനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, NNB അറ്റ് ഫാക്ടർ കോസ്റ്റ്. അത് തന്നെയാണ് എന്ത്, നാഷണൽ ഇൻകം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒന്നും കൂടി പറയാം, NNB അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് ചെയ്യണം, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്, ഇൻഡയറക്റ്റ് ടാക്സസ്, അതായത് നമ്മൾ പേ ചെയ്യുന്ന ടാക്സും അതുപോലെ തന്നെ സബ്സിഡീസ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അത് കിട്ടുന്ന വാല്യൂ എന്താണോ അത് എന്ത് ചെയ്യുക, NNB അറ്റ് മാർക്കറ്റ് പ്രൈസിലേക്ക് എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, NNB അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ആദ്യമേ നോക്കുക, എങ്കിൽ മാത്രമേ അത് മനസ്സിലാകുള്ളൂ. അപ്പൊ ഇത്രയും ഓർത്തു വെക്കുക, നാഷണൽ ഇൻകം എന്ന് പറയുന്നത് NNB അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. NNB അറ്റ് ഫാക്ടർ കോസ്റ്റ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, NNB അത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പേ ചെയ്യുന്ന ഇൻഡയറക്റ്റ് ടാക്സസ് അല്ലെ, നമ്മളൊരു ഐറ്റം മേടിച്ച് നമ്മൾ എന്ത് ടാക്സ് പേ ചെയ്യുന്നുണ്ട്, അത് മൈനസ് ചെയ്തിട്ട് ഗവൺമെന്റ്സ് ഒക്കെ നമുക്ക് നൽകുന്ന സബ്സിഡീസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ ഈ മൈനസ് ഇവിടെ എന്താവും, പ്ലസ് ആകും. ഓക്കെ, അപ്പൊ ഈ ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡിനെ നമ്മൾ ഒറ്റ വേടി നമുക്ക് എന്തെന്ന് പറയാം, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. അത് നമ്മൾ അതിൽ നിന്ന് ഒരു നെറ്റ് എന്താ എത്രയാണോ കൊടുക്കുന്നതോ അതിൽ നിന്ന് സബ്സിഡീസ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ആ വാല്യൂ എന്ത് ചെയ്യുക, ഡയറക്റ്റ്ലി ഇതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് NNB അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇങ്ങനെ ഇക്വേഷൻ വന്നേക്കുന്നത്. എത്രേ ഉള്ളൂ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇനി നമ്മൾ മനസ്സിൽ വെക്കുക, നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, NNB അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഓക്കെ, NNB അറ്റ് മാർക്കറ്റ് പ്രൈസസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഓക്കെ, ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് കുറച്ച് ഇക്വേഷൻസ് ആണല്ലോ എന്നൊക്കെ ഓർത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടൊക്കെ വരും. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേരള PSC ചോദിച്ചത്. നമ്മുടെ വീഡിയോയിലുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത്, ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ആദ്യമേ കാണും, ഇത് ഭയങ്കര പാടാന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു പോർഷൻസ് അവോയ്ഡ് ചെയ്തിട്ട് പോകും. അങ്ങനെ ചെയ്യരുത്, വളരെ ഈസി ആയിട്ടൊരു പോർഷൻ മാത്രമാണ്. അപ്പൊ ഇവിടെ ഇത്രയും ഓർത്തു വെക്കുക, NNB അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് NNB അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും എന്ത് ചെയ്യണം, നമ്മൾ ഇന്ന് ടാക്സസ് കുറച്ചിട്ട് സബ്സിഡീസ് ആഡ് ചെയ്യുക. ഈ ഒരു വാല്യൂ ആണ് നാഷണൽ ഇൻകം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ നാഷണൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ നാഷണൽ ഇൻകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ നമുക്ക് എന്ത് സ്മോൾ കാറ്റഗറീസ് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഒരു രാജ്യത്തിന്റെ ടോട്ടൽ സർവീസ് ആൻഡ് പ്രൊഡക്ട്സിന്റെ ടോട്ടൽ വാല്യൂ ആണ് നാഷണൽ ഇൻകം. അപ്പൊ അതിൽ ഉറപ്പായിട്ടും പല സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഒന്നാണ്. അപ്പൊ നമ്മൾ നാഷണൽ ഇൻകം ടോട്ടൽ അല്ലേ, അതിന്റെ ഒരു ഭാഗമാണ്, അതായത് നാഷണൽ ഇൻകം അത് റിസീവ്ഡ് ബൈ ഹൗസ് ഹോൾഡ്. അപ്പം ഹൗസ് ഹോൾഡ് റിസീവ് ചെയ്യുന്ന ആ ഒരു ഇൻകത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, പേഴ്സണൽ ഇൻകം. ഓക്കെ, ഇത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എന്താണ് പേഴ്സണൽ ഇൻകം അല്ലെ. ഇല്ല, രാജ്യത്തിന്റെ ടോട്ടൽ ഇൻകത്തെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഈ രാജ്യത്തുള്ള എല്ലാ റെസിഡൻസും എവിടെയൊക്കെയാണോ അപ്പൊ അവര് ജനറേറ്റ് ചെയ്യുന്ന എന്താ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫൈനൽ വാല്യൂ ആണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പം അതില് ഈ നാഷണൽ ഇൻകത്തിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്യും, ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും, ഏൺ ചെയ്യും അല്ലെ. അവര്
റിസീവ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻകത്തിന്റെ ഡെഫിനിഷനിലോട്ട് നമുക്ക് എങ്ങനെ എത്താം അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അതുപോലെ തന്നെ ആലോചിച്ച് നോക്കിയേ, നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആണ്. അതിനെ എന്ത് സ്മോളർ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞത് ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നതാണ് പേഴ്സണൽ ഇൻകം. വീണ്ടും ഉണ്ട് അല്ലെ? ഓക്കെ, എമൗണ്ട് വിച്ച് ഇസ് ഏൺഡ് ബൈ ദ ഫേംസ് ഓൺ ഗവൺമെന്റ് എന്റർപ്രൈസസ്. ഉറപ്പായിട്ടും നമുക്കറിയാം നാഷണൽ ഇൻകത്തിന്റെ മെയിൻ പാർട്ട് എന്താ, കമ്പനികളും ഫേംസും അവയുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻകത്തിൽ എന്ത് ചെയ്യും, അതിൽ വരുന്ന കുറച്ച് എമൗണ്ട് എന്തിന്റെ പാട്ടാ, ഫേംസ് അല്ലെങ്കിൽ ഗവൺമെന്റ് എന്റർപ്രൈസസിന്റെ പ്രോഫിറ്റ് ആയിരിക്കും, ഉറപ്പായിട്ടായിരിക്കും. അപ്പൊ അത് അവർക്ക് കൊടുക്കണം അല്ലെ? കമ്പനികളായാലും ഗവൺമെന്റ് എന്റർപ്രൈസസ് ആയിക്കോട്ടെ ഫേംസ് ആയിക്കോട്ടെ, അവർക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് അവരുടെ ഒരു ഏണിംഗ് ആണ്. അപ്പൊ ആ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ അത് ആർക്ക് തന്നെ കൊടുക്കുന്ന, കമ്പനികൾക്ക്, ഗവൺമെന്റ് എന്റർപ്രൈസസ്, ഫേംസ് അവർ ഏൺ ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ട് അല്ലെ, അത് അവർക്ക് തന്നെ കൊടുക്കുക. അത് എന്തിന്റെ പാർട്ടിലാണ് വരുന്നത്, നാഷണൽ ഇൻകം ആഡ് ചെയ്യുമ്പോൾ നാഷണൽ ഇൻകത്തിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യണം, ഈ ഗവൺമെന്റ് എന്റർപ്രൈസസിനും അല്ലെങ്കിൽ ഫേംസ് കമ്പനീസിനും അവരുടെ ഒരു പ്രോഫിറ്റിന്റെ പാർട്ടായിട്ട് കൊടുക്കണം. അപ്പൊ അത് മറ്റുള്ള ഇതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ്. ഓക്കെ, that earn ചെയ്യുന്നത് ഫേംസ് ആൻഡ് ഗവൺമെന്റ് എന്റർപ്രൈസസ് ഏൺ ചെയ്യുന്ന ആ ഒരു പ്രോഫിറ്റ് പാർട്ട് ഓഫ് എ പ്രോഫിറ്റ് ആണ്. അപ്പൊ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്താണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്മോൾ കാറ്റഗറി എന്ന് പറഞ്ഞു, അതിൽ ഒരു കാറ്റഗറിയാണ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞു, അതിന് അടുത്തൊരു കാറ്റഗറിയാണ് ഫേംസ് ആൻഡ് കമ്പനീസ്, അവരുടെ ഒരു പാർട്ട് ഓഫ് പ്രോഫിറ്റ്, അത് സെക്കൻഡ് കാറ്റഗറി. ഓക്കെ, ഈസിക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. തേർഡ് നോക്കിക്കേ, സോ വി ഹാവ് ടു ഡിഡക്ട് UP ഫ്രം NI. UP എന്ന് പറഞ്ഞാൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്നിൽ നിന്ന് കുറയ്ക്കണം NI, അതായത് നാഷണൽ ഇൻകത്തിൽ നിന്നും ഇത് കുറയ്ക്കുമ്പോൾ നമുക്കറിയാം പേഴ്സണൽ ഇൻകം എന്ന് പറയാം അല്ലെ. അപ്പൊ അറിയപ്പറ്റി PI പേഴ്സണൽ ഇൻകത്തിലേക്ക് എത്തും. അത് എന്തുകൊണ്ട് പറയണം, ഈ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നില്ല, ഹൗസ് ഹോൾഡിലേക്ക് ഒന്നും ചെല്ലാൻ, അത് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാണ്, അത് കമ്പനികൾക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് എന്റർപ്രൈസസ് ആണെങ്കിൽ അവർക്കുള്ളതാണ് അതിന്റെ പ്രോഫിറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് നമുക്ക് UP അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്തെന്ന് പറയാം, പേഴ്സണൽ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകത്തിൽ നിന്ന് എന്ത് കുറയ്ക്കണം, UP കുറയ്ക്കണം. ഇതാണല്ലോ ഈ ഒരു ഡെഫിനേഷൻ പറഞ്ഞേക്കുന്നത് അല്ലെ. പേഴ്സണൽ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യണം, UP കുറയ്ക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നാഷണൽ ഇൻകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അങ്ങനെ ഈ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് പേഴ്സണൽ ഇൻകം നമുക്ക് ലഭിക്കണമെങ്കിൽ, പേഴ്സണൽ ഇൻകത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ ഇത് ഇങ്ങനെ വന്നാൽ ഈ പേഴ്സണൽ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. കാരണം ഇതിന് ഇനിയുണ്ട് കുറെ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യാനും, കുറയ്ക്കാനും കൂട്ടാനൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നാഷണൽ ഇൻകം മൈനസ്, അപ്പൊ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്തായാലും നാഷണൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ ഇനിയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കോർപ്പറേറ്റ് ടാക്സ്, ഇത് കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ കമ്പനീസ് ഓഫ് ഫേംസ് അവരുടെ ഏർണിങ്സിന്റെ ബേസിൽ എന്ത് ചെയ്യണം, കുറച്ച് എമൗണ്ട് അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യണം അല്ലെ. അത് ആ പേയ്മെന്റ്സ് ഒരിക്കലും എന്താകുന്നില്ല, അത് ഹൗസ് ഹോൾഡിന്റെ ഒരു ഇൻകത്തിന്റെ ഭാഗമാകുന്നുണ്ടോ, ഉറപ്പായിട്ടും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടാക്സ് എന്ത് ചെയ്യുക, ഇവിടെ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക, കോർപ്പറേറ്റ് ടാക്സ് മൈനസ് ചെയ്യുക. നെക്സ്റ്റ് നോക്കിക്കേ, ഹൗസ് ഹോൾഡ് ടു റിസീവ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഫ്രം പ്രൈവറ്റ് ഫേംസ് ഓഫ് ഗവൺമെന്റ് ആൻഡ് പാസ്റ്റ് ലോൺ അഡ്വാൻസ്ഡ് ബൈ ദം. അപ്പൊ എന്തെങ്കിലും ലോൺ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഹൗസ് ഹോൾഡ് ഒക്കെ എന്തെങ്കിലും ലോൺ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ഹൗസ് ഹോൾഡ് റിസീവ് ചെയ്യും. ഓക്കെ, ആ റിസീവ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, ചിലപ്പോൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നത്, റിസീവ് ചെയ്യാം. അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് എന്തെങ്കിലും പൈസ ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്യാഷ് ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഹൗസ് ഹോൾഡ് അങ്ങോട്ട് പേ ചെയ്യണം അല്ലെ. ഒന്ന് ഇൻട്രസ്റ്റ് പേ ചെയ്യണം, ഒന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് ലഭിക്കുക. രണ്ട് കേസും പോസിബിൾ ആണ്. ഒന്നെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന രീതിയിലാകാം, അതുകൊണ്ടാണ് രണ്ട് കേസും നമ്മൾ പറഞ്ഞത്. ഈ രണ്ടിനെയും കൂടി നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ബൈ ഹൗസ് ഹോൾഡ് അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യണം, അത് ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നതാ, നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈനസ് ചെയ്യുന്നതാണ്. അപ്പൊ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കിക്കോ, ഒരു കാര്യം കൂടി ഉണ്ട്, ഹൗസ് ഹോൾഡ് റിസീവ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഫ്രം ദി ഗവൺമെന്റ് ആൻഡ് ഫേംസ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പേയ്മെന്റ്സ്, അത് പെൻഷൻ ആയിട്ടോ സ്കോളർഷിപ്പ് ആയിട്ടോ പ്രൈസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാം, എന്തെങ്കിലും പേയ്മെന്റ്സ് കമ്പനികളിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാം. അത് പക്ഷെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, ഹൗസ് ഹോൾഡിന് അത് കിട്ടുന്നതല്ല. കാരണം അത് ഉറപ്പായിട്ട് ഹൗസ് ഹോൾഡിന്റെ ഇൻകത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരേണ്ടി വരും, ഇത് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഈ പേയ്മെന്റ്സ് ഗവൺമെന്റിൽ നിന്നും ഫേംസിൽ നിന്നും റിസീവ് ചെയ്യുന്ന പേയ്മെന്റ്സ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, പേയ്മെന്റ്സ് മാത്രം ഞാൻ ഇവിടെ എഴുതാം.
പേയ്മെന്റ്സ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇത് നാഷണൽ ഇൻകത്തിൽ നിന്നും, നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ ടോട്ടൽ എല്ലാ റെസിഡൻസും അല്ലെങ്കിൽ രാജ്യത്തിന്റെ റെസിഡൻസ് ആരൊക്കെയാണോ അവര് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സിന്റെ അല്ലെങ്കിൽ സർവീസ് ടോട്ടൽ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അതെങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എത്തേണ്ട എങ്ങോട്ടാണ്, പേഴ്സണൽ ഇൻകത്തിലേക്ക് എത്തുന്നത്. പേഴ്സണൽ ഇൻകം. അപ്പൊ അവിടെയാണ് നിന്ന് നമ്മൾ എന്ത് ചെയ്തു, നാഷണൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ. കാരണം അത് ഹൗസ് ഹോൾഡ് നമുക്ക് നോക്കണം. പേഴ്സണൽ ഇൻകം ആരുടെ, ഹൗസ് ഹോൾഡിന്റെ പേഴ്സണൽ ഇൻകം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ത് ചെയ്യുക, അത് മൈനസ് ചെയ്യുക. കാരണം അതൊരിക്കലും ഹൗസ് ഹോൾഡിന്റെ ഭാഗമാകുന്നില്ല. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻകം അല്ല, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് അല്ല. അത് ആർക്കാണ്, ഈ ഫേംസിന് അല്ലെങ്കിൽ ഗവൺമെന്റ് എന്റർപ്രൈസസ് അവർക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണ്. അതുപോലെ കോർപ്പറേറ്റ് ടാക്സ് അത് അവർ പേ ചെയ്യുന്നത് അത് ഗവൺമെന്റിലേക്ക് പോകുന്നതാണ്. അത് ഒരിക്കലും ഹൗസ് ഹോൾഡിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അതും മൈനസ് ചെയ്തു. അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൗസ് ഹോൾഡ് എന്തെങ്കിലും ലോൺസ് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ചിലപ്പോൾ റിസീവ് ചെയ്യാം. അതല്ല ചിലപ്പം ഇനി എന്തെങ്കിലും ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് അങ്ങോട്ട് പേ ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഇത് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി പറഞ്ഞത് ഹൗസ് ഹോൾഡിന് ചിലപ്പം ഗവൺമെന്റിൽ നിന്നും അല്ലെങ്കിൽ ഫേംസിൽ നിന്നൊക്കെ എന്തെങ്കിലും പേയ്മെന്റ്സ് ഇങ്ങോട്ട് ലഭിക്കാം. അത് പ്രൈസ് ആയിട്ടോ പെൻഷൻ ആയിട്ടോ സ്കോളർഷിപ്പ് ആയിട്ടോ ലഭിക്കാം. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. നമുക്കിത് ഒരു ഇക്വേഷനും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പേഴ്സണൽ ഇൻകം ഇസ് ഈക്വൽ ടു നാഷണൽ ഇൻകം മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദ ഹൗസ് ഹോൾഡ് മൈനസ് കോർപ്പറേറ്റ് ടാക്സ് പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ടു ദ ഹൗസ് ഹോൾഡ് ഫ്രം ദ ഗവൺമെന്റ്സ് ആൻഡ് ഫേംസ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് നമ്മളൊരു ഇക്വേഷൻ എഴുതി. ഇത് കറക്റ്റ് NCERT കൊടുത്തിരിക്കുന്ന അതേ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് നാഷണൽ ഇൻകത്തിൽ നിന്നും എന്ത് ചെയ്യണം, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യുക. അതിൽ നിന്ന് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. കോർപ്പറേറ്റ് ടാക്സ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. പ്ലസ് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ടു ദ ഹൗസ് ഹോൾഡ് ഫ്രം ദ ഗവൺമെന്റ് ആൻഡ് ഫേംസ്. അപ്പൊ എന്തെങ്കിലും പേയ്മെന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ ഇതാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് നോക്കാം. അപ്പൊ ഈ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് നാഷണൽ ഇൻകത്തിൽ നിന്നും ഇത്രയും കാര്യം മൈനസ് ചെയ്തിട്ട് പിന്നെ കിട്ടുന്ന കുറച്ച് കാര്യമുണ്ട്, അതും കൂടെ ആഡ് ചെയ്യുന്നതാണ് പേഴ്സണൽ ഇൻകം. ഓക്കെ, പക്ഷെ നോക്കിക്കേ, ഈ പേഴ്സണൽ ഇൻകം ഇസ് നോട്ട് ഇൻകം ഓവർ വിച്ച് ദ ഹൗസ് ഹോൾഡ് ഹാവ് കംപ്ലീറ്റ്. അപ്പൊ ഇതെന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ഇതൊരു കംപ്ലീറ്റ് ഇൻകം ആണ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഇൻകം ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെയും ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, പേ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഏതൊരാളും അവർക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ഇത്ര എമൗണ്ട് എന്ത് ചെയ്യും, ടാക്സ് ആയിട്ട് ഇത്ര എമൗണ്ടിന് കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ടാക്സ് എന്ത് ചെയ്യണം, ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇഫ് യു ഡിഡക്ട് ദ പേഴ്സണൽ ടാക്സ് പേയ്മെന്റ്സ്, അപ്പൊ അങ്ങനെ വരുന്ന ടാക്സ് പേയ്മെന്റ്സും കൂടെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമുക്ക് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ഈ ടാക്സും കൂടെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. ഓക്കെ, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. അപ്പൊ നമ്മുടെ ടോപ്പിക് ഇത് തന്നെയായിരുന്നു, എന്താണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. ഓക്കെ, അപ്പൊ പേഴ്സണൽ ഇൻകത്തിൽ നിന്നും കിട്ടുന്ന ഇൻകത്തിൽ നിന്നും ഇനി എന്ത് ചെയ്യുക, ടാക്സ് പേയ്മെന്റ്സും കൂടെ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഇസ് ഈക്വൽ ടു പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ടാക്സ് പേയ്മെന്റ്സ് മൈനസ് നോൺ ടാക്സ് പേയ്മെന്റ്സ്. അതായത് ഇൻകം ടാക്സ് പേയ്മെന്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം എത്രയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിൽ ഇത്ര ടാക്സിന്റെ സ്ലാബ്സ് ഉണ്ട്, അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് പേ ചെയ്യുന്നത്. മൈനസ് നോൺ ടാക്സ് പേയ്മെന്റ്സ്, എന്തെങ്കിലും ഫൈൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പേയ്മെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ നോൺ ടാക്സ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് പേഴ്സണൽ ടാക്സ് പേയ്മെന്റ്സ് കുറയ്ക്കുക, അതുപോലെ നോൺ ടാക്സ് പേയ്മെന്റ്സും കുറച്ചിട്ട് കിട്ടുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം അല്ലെങ്കിൽ PDI. മറന്നു പോകല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ടാക്സ് പേയ്മെന്റ്സ്, ഇവിടെ മൈനസ് പേഴ്സണൽ ടാക്സ് പേയ്മെന്റ്സ് മൈനസ് നോൺ ടാക്സ് പേയ്മെന്റ്സ്. ഇങ്ങനെ തന്നെ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ ഇൻകത്തിന്റെ ഇക്വേഷൻ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയ
ഒരു ഇക്വേഷൻ ആണ്. കാരണം പല ക്വസ്റ്റ്യൻസിലും ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഇതിന്റെ പല സ്റ്റേറ്റ്മെന്റ് രീതിയിൽ തരാം. കാരണം ഈ നാഷണൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ആണ്, ഇത് മൈനസും പ്ലസും മാറ്റിയിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് തരാം എന്താണ് പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞത്. കാരണം ഇത് എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതായിട്ട് തന്നെ എൻ്റെ ഓർമ്മയിലുണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഈ നാഷണൽ ഇൻകം മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദ ഹൗസ് ഹോൾഡ് മൈനസ് കോർപ്പറേറ്റ് ടാക്സ് പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ടു ദ ഹൗസ് ഹോൾഡ് ഫ്രം ഗവൺമെന്റ് ആൻഡ് ഫേംസ്. അപ്പോൾ ഈ പേഴ്സണൽ ഇൻകം എന്താന്നുള്ള രീതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. എന്താണ് പേഴ്സണൽ ഇൻകം, എന്താണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. ഓക്കെ, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് തന്നെ ടാക്സ് പേയ്മെന്റ്സും കൂടെ കുറച്ചതിന് ശേഷം കിട്ടുന്ന ആ ഒരു ഇൻകത്തിന് പറയുന്ന പേരാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. കാരണം ടാക്സ് എന്ന് പറഞ്ഞ കാര്യം എന്താ, അത് അവർക്ക് ഒരു ഹൗസ് ഹോൾഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ടാക്സ് ആയിട്ട് പേ ചെയ്ത് പോകണം. അപ്പൊ അതിന് ശേഷം കിട്ടുന്ന എന്താണോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എന്താണ്, അതിനെയാണ് ശരിക്കും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ദ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഇസ് ദ പാർട്ട് ഓഫ് ദ അഗ്രിഗേറ്റ് ഇൻകം which belongs to the household. അപ്പോൾ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാണ് ശരിക്കും ആ കറക്റ്റ് അഗ്രിഗേറ്റ് ഇൻകം എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡിന്റെ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ആണ്. അപ്പോൾ അതിന്റെ അതാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് കൺസംപ്ഷൻ പർപ്പസിന് അവർ ഉപയോഗിക്കുന്നത്. അത് ബാലൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ബാക്കി വരുന്നതാണ് അവർ ഇത് സേവ് ചെയ്യുന്നത്. ഓക്കെ, കൺസംപ്ഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നത്, ബാലൻസ് വരുന്നത് എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഈ കഴിഞ്ഞ തവണ എക്സാമുകൾക്കൊക്കെ ചോദിച്ചത് നമ്മുടെ നാഷണൽ ഇൻകം എന്താണ്, ആ ഒരു രീതിയിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഈ ഇക്വേഷൻ ഞാൻ പറഞ്ഞ പോലെ KIS പോലുള്ള എക്സാമുകൾക്ക് ഇങ്ങനെ രീതിയിൽ ഇതിന്റെ പ്ലസും മൈനസ് ഒക്കെ മാറ്റിയിട്ടിട്ട് വേണമെങ്കിൽ ഓപ്ഷൻസ് ആയിട്ട് തരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി പഠിക്കാം. വളരെ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കി എടുക്കാം. നമ്മുടെ ഇക്വേഷൻസ് പെട്ടെന്ന് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ തുറന്നു വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് വായിക്കാൻ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാവാണ്ട് വരും. നമ്മളിതൊന്ന് റീഡ് ചെയ്ത് 1-2 തവണ ഒന്ന് റീഡ് ചെയ്ത് നോക്കും, നമുക്ക് നന്നായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ വന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ 2 വീഡിയോ ആയിട്ടാണ് നമ്മളിത് ചെയ്തത്. ഇതിൽ ഒന്നാമത്തെ വീഡിയോയിലാണ് നമ്മൾ GNP എന്താണ്, GDP എന്താണ്, അതുപോലെ നാഷണൽ ഇൻകം ആ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പിന്നീടാണ് നമ്മൾ പേഴ്സണൽ ഇൻകം എന്നുള്ള ആ ഒരു പോർഷനും ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എനിക്ക് PDF-ന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക, ഉറപ്പായിട്ടും PDF ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി ഓർത്തു വെക്കുക. പേഴ്സണൽ ഇൻകം എന്താണ്, പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് നാഷണൽ ഇൻകത്തിൽ നിന്നും അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്തത്, പിന്നെ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് മൈനസ് ചെയ്യുക, കോർപ്പറേറ്റ് ടാക്സ് മൈനസ് ചെയ്യുക, പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ടു ദ ഹൗസ് ഹോൾഡ് ഫ്രം ദി ഗവൺമെന്റ് ആൻഡ് ഫേംസ് എന്നത് ആഡ് ചെയ്ത്, ഇതാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. പക്ഷെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകം മൈനസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ടാക്സ് പേയ്മെന്റ്സ് മൈനസ് നോൺ ടാക്സ് പേയ്മെന്റ്സ്, ഇതാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്.